ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും എരിവുള്ള സാധനം വേണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ കൈ എടുക്കുന്നുണ്ട് മുളക്. ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നല്ല രീതിയിൽ കൈ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കീറി കൊടുക്കണം കേട്ടോ. നടുവൊന്ന് കീറിക്കൊണ്ട് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ നല്ല രീതിയിൽ ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു രാത്രി മുഴുവനും പുളിയിട്ട് വെച്ചിങ്ങാണ്ട് പിറ്റേന്നത് വാർത്തെടുക്കണം കേട്ടോ. എന്നിട്ട് വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാത്രി പിന്നെയും ഇതിൽ പുളിയിട്ട് വെക്കണം. അങ്ങനെ ഇതുപോലെ 2-3 വട്ടം ഇതിങ്ങനെ ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിലേറെ ഉപ്പ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോരാണ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള കട്ട മോര് കേട്ടോ. നല്ല രീതിയിൽ പാർന്ന് കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മളിത് എടുക്കണം കേട്ടോ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാനൊരു പരം ഉണ്ടാവില്ല. വേഗം തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. 2 ദിവസം 3 ദിവസം ഇട്ട് വെച്ചാൽ തന്നെ നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നമുക്ക് വേറെ അച്ചാറും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ചോറ് കഴിക്കാൻ കഴിയും കേട്ടോ. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു പിടി ചോറും അതിലേക്കൊരു മോര് കറി, ഈ 2 സാധനം കൂടി ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിക്കാണ്ട് ചോറ് കഴിക്കാം കേട്ടോ.